ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം എന്നും വാർത്തകളിൽ ഇടം നേടിയിരുന്നു. അവിടെ സന്ദർശനത്തിനെത്തുന്ന തീർത്ഥാടകർക്ക് ഒരു വലിയ അത്ഭുതമായി നിലകൊള്ളുന്ന ആരാധനാലയമാണ്. ഇപ്പോഴിതാ ഏറ്റവും പുതുതായി ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവും അവിടുത്തെ ആറാട്ടും BBC-യുടെ വാർത്തയിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. BBC-യിൽ എന്താണ് പറയുന്നത്? അല്ല, ശ്രീപത്മനാഭൻ ശതകോടീശ്വരനാണ് എന്ന് പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് കൂടുതൽ വാർത്ത. ശതമാണോ സഹസ്രമാണോ എന്നുള്ളതാണ്. അപ്പം അതിനുശേഷമാണ് എന്തും ശ്രീപത്മനാഭനെ സംബന്ധിച്ചുള്ള വാർത്തകൾ ലോകം മുഴുവനും ഒന്ന് പെട്ടെന്ന് പരക്കുമെന്നുള്ളത്. അല്ലെങ്കിൽ തന്നെ അതിനകത്ത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവും അതിൻ്റെ ചുറ്റളവും ഒക്കെ ഏറെ കൗതുകകരമായ സംഭവങ്ങൾ ധാരാളം കൗതുകകരമായിട്ട്. അതെ, ആ പത്മതീർത്ഥ കുളം, അതുപോലെ കോട്ടയും മേത്തൻമണിയും അഗ്രഹാരങ്ങളും പത്മതീർത്ഥ കുളത്തിനോട് കരയിലൊരു കല്ലാന ഇങ്ങനെ എന്തെല്ലാം സംഭവങ്ങൾ. പിന്നെ ക്ഷേത്രത്തിനകത്ത് അല്ലേ ഒറ്റക്കൽ മണ്ഡപം നവരാത്രി മണ്ഡപം. പിന്നെ അതിനകത്ത് നരസിംഹമൂർത്തി ഭയങ്കര പവറുള്ള വളരെ. അതെ, വിശ്വാസികളൊക്കെ പറയുന്നത് അവിടെ ഈ പാന എന്നൊരു വഴിപാടുണ്ട്. ഈ പാനകം അതൊരു പ്രത്യേക, ഈ ശർക്കരയിൽ നല്ല മധുരമാണ്, നല്ല കൂട്ടാണ്. നല്ല കൂട്ടാണ്. ഒരു പ്രത്യേക മരുന്ന് ഒക്കെ കൂടെ ചേർത്തൊരു കൂട്ടാണ്. അത് രഹസ്യമാണ്, അത് അവർ അങ്ങനെ പുറത്തു വിടില്ല. അപ്പോൾ അത് വലിയ പ്രസിദ്ധമാണ്. അതവിടെ കഴിപ്പിച്ചാൽ, ഈ നരസിംഹമൂർത്തിക്ക് പാന വഴിപാട് കഴിപ്പിച്ചാൽ നമ്മുടെ മനസ്സിലെ ആഗ്രഹം, നമ്മുടെ നേർച്ച അങ്ങനെ നടത്തിയാൽ എന്താഗ്രഹവും സാധിക്കും എന്നാണ് പൊതുവെയുള്ളൊരു വിശ്വാസം. അതുപോലെ തിരുവമ്പാടി കൃഷ്ണനുണ്ട്. നരസിംഹ മന്ത്രം തന്നെ ഭയങ്കര പവർഫുൾ ആണ്. ചില ഭക്തരൊക്കെ അവിടെ വന്ന് നിന്ന് അത് ഉറക്ക ജപിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഈ കോൺഗ്രസിലെ രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടെ വന്ന് ഈ മന്ത്രം അങ്ങോട്ട് ഉറക്ക അവിടെ ചൊല്ലുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ശത്രുക്കളുടെ എണ്ണം വളരെ കൂടുതലാണല്ലോ, അതുകൊണ്ടാണ്. പക്ഷെ കൂടുതലാണ്, അങ്ങോട്ട് തൊടാൻ പറ്റുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അപ്പം ഇതിന്റെ ചുറ്റിലും ഇതൊരു ഹെറിറ്റേജ് ഏരിയ ആണല്ലോ. അതെ, ഒരു പൈതൃക നഗരം, പൈതൃക ക്ഷേത്രം, പൈതൃക സംസ്കാരം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട്. എനിക്ക് തോന്നുന്നു ഇതുണ്ടല്ലോ, പിന്നെ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് അതിന്റെ അല്ല സാർ, അത് വലിയൊരു പാക്കേജ് കൊടുക്കുകയും പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ സുരക്ഷയ്ക്കും മറ്റവിടുത്തെ ചില നിർമ്മാണങ്ങളും ഒക്കെ. ഇപ്പോൾ നമുക്കറിയാം, അതിന്റെ വടക്കേ നടയിലും ഈ പത്മതീർത്ഥ കുളത്തിലും ഒക്കെ നമ്മൾ ചെന്നാൽ നമുക്ക് മനസ്സിലാവും ആ നിർമ്മാണം വളരെ എന്താ പറയുക കാര്യക്ഷമമായി നടന്ന് അത് തീർത്ഥാടകർക്ക് വലിയ തോതിൽ പ്രയോജനം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവിടെ വരുന്നവർക്ക് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടും തന്നെ നടന്ന് കാണുക എന്ന് പറയുന്നത് അവരുടെ ഒരു ഈ ദർശനത്തിന്റെ പോലും ഭാഗമായി മാറി. ഇതിന് സംസ്ഥാന സർക്കാർ കൂടി കുറച്ചുകൂടി ഒന്ന് ഉണരേണ്ടിയിരിക്കുന്നു. അതെ, ഇതിന്റെ ഈ 4 ഭാഗവും, അതായത് 4 നടയുണ്ടല്ലോ, കിഴക്കേ നട, പടിഞ്ഞാറ് നട, വടക്കേ നട, തെക്കേ നട. ഇത് പിന്നെ വൈകുന്നേരങ്ങളിലൊക്കെ ഈ ധാരാളം ആൾക്കാർ എന്നും അവിടെ വരികയാണ്. അവർക്കൊക്കെ ഈ നടന്ന് കാണത്തക്ക രീതിയിലുള്ള ഒരു ഫുട്പാത്ത് സൗകര്യവും വാഹനങ്ങൾ അതിനിടയ്ക്ക് വാഹനങ്ങൾ വലിയ ബാഹുല്യമാണ്. കച്ചവടക്കാർ മുഴുവൻ ഫുട്പാത്തിലാണ്. അതെ, ഈ പിന്നെ ചെറിയ കച്ചവടങ്ങൾ നമ്മൾ ആ കച്ചവടക്കാർക്കെതിരല്ല, അവരുടെ ഉപജീവനം. അവർക്ക് എന്തെങ്കിലും മാർഗങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. ഈ ഫുട്പാത്ത് മുഴുവൻ കയറി അങ്ങ് നിരങ്ങിയിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കല്ലാന, അതൊന്നും ആർക്കും കാണാൻ കഴിയുന്നില്ല. അതെ, ഇപ്പൊ അവിടെ എല്ലാം ഈ ചെറിയ ഉന്തുവണ്ടികൾ അങ്ങനെ സ്വതന്ത്രമായിട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇങ്ങനെ നടന്ന് ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് വരത്തക്ക രീതിയിലാകണം. പിന്നെ അങ്ങനെ അപ്പോൾ ഇതിനെക്കുറിച്ച്, ഈ ക്ഷേത്രത്തിന്റെ പല കാര്യങ്ങളെക്കുറിച്ചും പഠിക്കാനും കാണാനും അറിയാനും താല്പര്യം നാനാഭാഗങ്ങളിൽ നിന്ന് ആൾ വരും. ഇപ്പോൾ വരുന്നവർക്ക് എന്തെന്നറിയാമോ, ദൂരെ നിന്ന് വരുന്നവർക്ക് ഒരു എത്തും പിടിയും കിട്ടാതെ ഈ നമ്മുടെ സിറ്റി സർവീസ് തന്നെ അതിനകത്തൂടെ തെക്കും വടക്കും ഇങ്ങനെ ആകെ ആൾക്കാരെ ചുറ്റിക്കുകയാണ് ചെയ്യുന്നത്. അത് ഒഴിവാക്കണം. ഈ ഒരു സാധാരണ ക്ഷേത്രങ്ങൾക്കൊക്കെ ഒരു ഉത്സവമല്ലേ കാണത്തുള്ളൂ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ രണ്ട് ഉത്സവം, വർഷത്തിൽ 2 ഉത്സവം, പൈങ്കുനിയും അൽപ്പശി. അതിൽ അൽപ്പശി നടക്കുന്നത് തുലാമാസത്തിലെ അത്തം നക്ഷത്രത്തിൽ കൊടിയേറും. പിന്നീട് തിരുവോണത്തിന് അന്ന് ആറാട്ട്. പിന്നീട് ഉള്ളത് പൈങ്കുനിയാണ്. ഏപ്രിൽ മെയ് മാസമാണ് അത് വരുന്നത്. ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ പൈങ്കുനി ഉത്സവം. അതാണ് ഈ BBC ആറാട്ട്
ഈ പൈങ്കുനി ഉത്സവത്തിന്റെ ആറാട്ടാണ് BBC-യിൽ ഇടം പിടിച്ചത് വന്നിരിക്കുന്നത്. അത് ശരി. അതൊരു വാർത്തയാണ് ശരിക്കും. കാരണം പത്മനാഭന്റെ ആറാട്ട് BBC-യിൽ വരണമെന്നുണ്ടെങ്കിൽ അതിന് ചില പ്രാധാന്യമുണ്ടെന്നുള്ളതാണ്. തീർച്ചയായും ആറാട്ടിന് തലേദിവസം പള്ളിവേട്ട, അതാണല്ലോ കണക്ക്. എല്ലാ ക്ഷേത്രങ്ങളിലും അങ്ങനെയാണ്. അപ്പൊ ഈ ആറാട്ട് പിന്നെ പലർക്കും ഒരു സംശയം ഉണ്ടായിട്ടുണ്ട്, ഈ ആറാട്ട് ഈ എയർപോർട്ടിനകത്തോടെ കയറി പോകുന്നതാണ്, എത്രയോ വഴി. ഈ ആറാട്ട് എയർപോർട്ടിന് ഉള്ളിൽ കൂടി വിമാന സർവീസ് നിർത്തിവെച്ച് കടന്നു പോകുന്നതാണ് വാർത്തയായത്. അതെ. അല്ല, ഈ പല എനിക്ക് തോന്നുന്നു ലോകത്ത് അങ്ങനെ വേറെ എവിടെയെങ്കിലും ഉണ്ട്. ലോകത്ത് വേറെ 2 ഇടങ്ങളിൽ എയർപോർട്ട് അവധി ദിവസങ്ങളായിട്ട് വന്നിട്ടുണ്ട്. അത് പിന്നെ വ്യോമയാന ഭൂപടത്തിൽ അതൊരു പ്രത്യേകം മാർക്ക് ചെയ്യുന്ന കാര്യമാണ്. ഇപ്പൊ തിരുവനന്തപുരത്ത് വിമാനത്താവളം, ആ വിമാനത്താവളം 2 തവണ ആറാട്ട് കടന്നു പോകുന്ന 2 തവണ ഈ പൈങ്കുനി അൽപ്പശി അത് ദിവസം മുഴുവൻ അടയ്ക്കത്തില്ല, മണിക്കൂറുകൾ മാത്രം, ആ സമയം മാത്രം ആറാട്ട് ഇങ്ങനെ കടന്ന് ശംഖുമുഖം കടൽ തീരത്തേക്ക് മണ്ഡപത്തിലേക്ക് പോയി. അത് ഈ എയർപോർട്ടിന്റെ ഉള്ളിൽ കൂടെ റൺവേ ക്രോസ് ചെയ്താണ് ഇത് പോകുന്നത്. തിരിച്ചത് കടന്ന് പോകുന്ന തിരിച്ചു പോകുന്ന സമയവും അടച്ചിട്ടേക്കുന്നുള്ളതാണ്. ഇത് പിന്നെ ആ വ്യോമയാന കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതനുസരിച്ചായിരിക്കും അന്നേ ദിവസം നമ്മൾ കേട്ടിട്ടുള്ളത്. മറ്റൊന്ന് അതുകൂടി ഞാൻ പറയാം. ഇന്തോനേഷ്യയിലെ വിമാനത്താവളം ബാലിനിസ് ഹിന്ദു പുതുവർഷത്തിലും, പിന്നെ ഇസ്രായേലിലെ ബെൻ ഗരിയോൺ വിമാനത്താവളം ജൂത വിശുദ്ധ ദിനത്തിനായും പൂർണ്ണമായിട്ട് അവധി. അവര് പൂർണ്ണമായിട്ടും അവധി കൊടുക്കും. ഇത് അങ്ങനെയല്ല, ഇത് മണിക്കൂറുകൾ മാത്രം. അവിടെ ആ സമയത്ത് ഈ വ്യോമഗതാഗതം നിർത്തിവെച്ചുകൊണ്ട് ആറാട്ട് കടന്നു പോകാൻ, റൺവേയിലൂടെ കടന്നു പോകാൻ വേണ്ടുന്ന സൗകര്യം അവർ കൊടുക്കും. അത് വേറെ എങ്ങുമില്ല, ഇവിടെ മാത്രമേ ഉള്ളൂ ലോകത്ത്. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അതായിരിക്കും BBC അത് ഇത്ര. ഈ ചിലര് അതെന്താണെന്ന് പ്രശാന്തന് അറിയായിരിക്കുമല്ലോ. ചിലർ ചോദിക്കും, ഇതെന്തിനാ എയർപോർട്ടിന് അടച്ചിട്ടിട്ട് ഇപ്പുറത്തെ വഴി കൂടെ പോയാൽ പോരെ? സാർ, അതിനൊരു കാരണമുണ്ട്. അതായത് നമ്മുടെ ഈ തിരുവിതാംകൂർ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുന്ന സമയത്ത് രാജാവ് മുന്നോട്ട് വെച്ചൊരു കണ്ടീഷനാണ്. അദ്ദേഹം പറഞ്ഞു, നമുക്കറിയാം ഈ പൊതുവെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പള്ളിവേട്ട, ആറാട്ട്, അതുപോലെ ഈ പറക്കെഴുന്നള്ളിപ്പ്, ഇതൊക്കെ പോകുന്നതിന് വഴി ആദ്യമേ നിശ്ചയിക്കും. ക്ഷേത്ര പ്രതിഷ്ഠ നടക്കുന്ന കാലത്ത് തന്നെ നിശ്ചയിക്കും. ഇതൊക്കെ എത്ര പറ നിവേദിക്കണം, എന്ത് അലങ്കാരം ചെയ്യണം, ഈ വാകച്ചാർത്ത് ഏത് സമയത്തായിരിക്കണം, അതുപോലെ കളഭാഭിഷേകം എങ്ങനെയാണ്, ഇങ്ങനെ എല്ലാ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും ഈ പ്രതിഷ്ഠാ സമയത്താണ് നിശ്ചയിക്കുന്നത്. തന്ത്രശാസ്ത്രം അനുസരിച്ച് അങ്ങനെയാണ്. അപ്പോൾ ആ സമയത്ത് തന്ത്രി ഇതെല്ലാം നിശ്ചയിച്ചിട്ട് ദേവന് വാക്ക് കൊടുക്കും. ഈ അവിടുത്തെ പ്രധാന ഡയറ്റി ഏതാണോ ആ ഡയറ്റിക്ക് വാക്ക് കൊടുക്കും. അവിടെ പരിവാര ദേവതകളും ഒക്കെ ഉണ്ടാവുമല്ലോ, ഉപദേവതകളും ഒക്കെ കാണും. അപ്പോൾ ഉപദേവതകൾക്കൊക്കെ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചേർത്തുകൊണ്ട് അവിടെ ഒരു പ്രതിജ്ഞ ചെയ്യും തന്ത്രി. ഇത്രയൊക്കെ ഞങ്ങൾ ചെയ്തു കൊള്ളാം, ഇങ്ങനെ ചെയ്തു കൊള്ളാം. ഇതിനെന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ അന്ന് ദേവപ്രശ്നമൊക്കെ നടത്തി വളരെ ആലോചിച്ച് വേണ്ട തീരുമാനം എടുത്തുകൊള്ളാം, ദേവഹിതം അനുസരിച്ച് തീരുമാനം എടുത്തുകൊള്ളാം എന്ന് പ്രതിജ്ഞ ചെയ്യും. അപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും അതുപോലെ തന്നെ എത്രയോ വർഷങ്ങളായിട്ട് ഈ പൈങ്കുനി അൽപ്പശി ഉത്സവങ്ങൾക്ക് ആറാട്ട് കടന്നു പോകുന്നത് ആ മാർഗത്തിൽ കൂടെയാണ്. പിൽക്കാലത്താണ് അവിടെ ഒരു എയർപോർട്ട് വരുന്നത്. അത് രാജാവിൻ്റെ കാലത്ത് തന്നെ നമ്മുടെ ഈ തിരുവിതാംകൂർ രാജാക്കന്മാർ 1932 ആണ് എയർപോർട്ട് വരുന്നത്. അതായത് നമ്മുടെ ചിത്തിര തിരുനാൾ മഹാരാജാവായിരിക്കുന്ന കാലത്ത് തന്നെ അവിടെ എയർപോർട്ട് വന്നു. അപ്പോൾ എയർപോർട്ട് വന്നപ്പോൾ ഈ ആറാട്ട് കടന്നു പോകുന്ന വഴിയിലാണ് ഇതിൻ്റെ റൺവേ വരുന്നത്. ആ റൺവേ ഇങ്ങനെ വന്ന് ആ രീതിയിൽ അത് നിർമ്മിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അന്ന് രാജഭരണം ആയതുകൊണ്ട് രാജാവിന് പറയാം, ഉത്തരവിടാം, നിങ്ങൾ ആ സമയത്ത് എയർപോർട്ട്, മാത്രമല്ല അന്ന് വിമാന സർവീസൊക്കെ വളരെ കുറവാണ്, അപ്പോൾ നിങ്ങൾ അവിടെ ആ സമയത്ത് ഈ വ്യോമഗതാഗതം നിർത്തിവെക്കണം, ആറാട്ട് കടന്നു പോകാനുള്ള സൗകര്യം ഉണ്ടാക്കണം എന്ന് അന്നേ തീരുമാനിച്ചതാണ്. അപ്പോൾ അത് ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുന്ന അവസരത്തിൽ രാജാവ് ആവശ്യപ്പെട്ടു, ഇങ്ങനെ ഒരു കാര്യമുണ്ട്, അത് പത്മനാഭൻ്റെ ആറാട്ട് പോകുന്ന വഴി ഇങ്ങനെയാണ്, അതിന് തടസ്സം വരരുത്, അക്കാര്യത്തിൽ ഒരു തീരുമാനം, നിയമം ഉണ്ടാകണം. അന്നത്തെ ഈ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുന്നതിൻ്റെ ഭാഗമായ കരാറിൽ അത് ഉൾപ്പെടുത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മുടെ ചരിത്ര പണ്ഡിതന്മാർ വളരെ വിശദമായിട്ട് എഴുതിയിട്ടൊക്കെ ഉണ്ട്, പത്രങ്ങളിൽ തന്നെ വലിയ വാർത്തയും ഒക്കെ വന്നു. ഇത് ഞാൻ നിരവധി പുസ്തകങ്ങളിൽ ഇത് വായിച്ചിട്ടുണ്ട്. പട്ടം രാമേന്ദ്രൻ നായരുടെ പിന്നെ തിരുവനന്തപുരത്തെ കുറിച്ചുള്ള പുസ്തകം.
പിന്നെ ഡോക്ടർ എം ജി ശശിഭൂഷൺ അതെ മാഞ്ഞുപോയ ശംഖുമുദ്ര, അനന്തപുരി വിശേഷങ്ങൾ, അതെ, അതുപോലെ മലയങ്കീഴ് ഗോപാലകൃഷ്ണന്റെ പുസ്തകത്തിൽ ഇവരൊക്കെ ഒക്കെ ഇത്. പിന്നെ അതുകൂടാതെ വേറെ കഥയുണ്ട്. ഇത് ആറാട്ട് അവിടെ ചെല്ലുമ്പോൾ കടലിൽ ശംഖുമുഖം കടലിൽ മുങ്ങുമല്ലോ, ആ സമയത്ത് പിന്നെ മാറി ഈ പിന്നെ മത്സ്യത്തൊഴിലാളികൾ സുരക്ഷ ഒരുക്കുന്നത് വലയം ചെയ്തിരിക്കുകയാണ്. അവർ വള്ളങ്ങളിൽ വന്ന് ഈ ആറാട്ടിന് രാജാവിന് ഉടവാളുമായിട്ട് അതുപോലെ പത്മനാഭ വിഗ്രഹവുമായിട്ടൊക്കെ മുങ്ങാനുള്ള സുരക്ഷ ഒരുക്കുന്നത് അവരാണ്. എന്നിട്ട് അവരുടെ നേതൃത്വത്തിൽ ആ സുരക്ഷ ഒരുക്കിയതിന് ശേഷം തിരിച്ച് ഈ കൽമണ്ഡപത്തിൽ, അവിടെ ഒരു ആറാട്ട് മണ്ഡപമുണ്ട്, ആ കൽമണ്ഡപത്തിലാണ് ഇത് ഇറക്കിപ്പൂജയൊക്കെ ചെയ്യുന്നത്. ഇറക്കിപ്പൂജയ്ക്ക് ശേഷമാണ് ഈ ആറാടുന്നത്, ഈ കടലിൽ കുളിച്ച് തിരിച്ചു കയറി അവർ പിന്നെ വീണ്ടും തിരിച്ച് ഈ എയർപോർട്ടിനകത്തൂടെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ അത് അന്ന് ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുന്ന സമയത്ത് തന്നെ ഉണ്ടാക്കിയ ഒരു കരാറാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് ആ ആചാരം തെറ്റിക്കാതെ ഇന്നും കൊണ്ടുപോകുന്നു. ഇന്ന് ഇത്രയും ഇന്നിപ്പോൾ വളരെ തിരക്ക് കൂടി, വിമാന സർവീസുകളുടെ എണ്ണം വളരെ കൂടി. ഇന്ന് തിരുവനന്തപുരത്ത് ഏതാണ്ട് 10-15 മിനിറ്റിൽ ഒരിക്കൽ വെച്ചൊരു വിമാനം പോവുകയും വിമാനം വരികയും ചെയ്യുകയാണ്. അതിൻ്റെ ഇടയ്ക്കും ഇതൊരു അത്ഭുതമായി നിലകൊള്ളുന്നു, ഇങ്ങനെ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ. ആ കലണ്ടറിൽ രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നതാണ്. അതെ, ഈ വർഷത്തിൽ ഇന്ന ദിവസം അതെ തിരുവനന്തപുരം എയർപോർട്ട് ഇത്ര മണിക്കൂർ ഇത് അടച്ചിടും എന്നുള്ളത്. എന്തായാലും അത് BBC-യിൽ ഇടം പിടിച്ചു, ആ വാർത്ത വന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. പത്മനാഭന്റെ മണ്ണെന്ന് പറയുന്നത് പത്മനാഭനുള്ള കാലം വരെയും തിരുവനന്തപുരവും ആറാട്ടും വലിയ സംഭവമായി, പൈങ്കുനി അൽപ്പശി ഉത്സവങ്ങളും വേലകളിയും ഈ ഭീമനെ കെട്ടി നിർത്തലും ഒക്കെ ഒരു അത്ഭുതമായിട്ട് തിരുവനന്തപുരംകാരുടെ ഒരു ജീവശ്വാസം പോലെ പത്മനാഭനും ഈ പത്മനാഭന്റെ ഐതിഹ്യങ്ങളും പത്മനാഭന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് ലോകമെങ്ങുമുള്ള തീർത്ഥാടകരെ ഇങ്ങോട്ട് ആകർഷിക്കുകയും ചെയ്യുന്നു. ഒരുപാട് പേർ ഇതൊക്കെ കാണാനും അറിയാനും വേണ്ടി ഇവിടെ വരികയും ചെയ്യുന്നു. അത് നമുക്ക് സാംസ്കാരികമായി മാത്രമല്ല സാമ്പത്തികമായും ഒരു വലിയ നേട്ടമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.